വീണ്ടും ഒരു പരിചയപ്പെടുത്തലിൻ്റെയോ മുഖവരയുടെയോ ആവശ്യമില്ലെന്ന് കരുതുന്നു. നമ്മുടെയൊക്കെ ജീവിതം ഏറ്റവും മനോഹരമാക്കുന്നത്, അർത്ഥപൂർണമാക്കുന്നത് പലപ്പോഴും നമ്മുടെ ബന്ധങ്ങളാണ്. പക്ഷേ ഇതേ ബന്ധങ്ങൾ ചിലപ്പോഴെങ്കിലും അത് ഭയങ്കര സങ്കീർണമാക്കുകയും ഒരു പരിധിവരെ നമ്മുടെ ജീവിതം ദുഷ്കരമാക്കുകയും ചെയ്യാറുണ്ട്. ആ ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പല തലങ്ങളിൽ, ഒരു കലാകാരി എന്ന നിലയിൽ, ഒരു മാനസികാരോഗ്യ വിദഗ്ധ എന്ന നിലയിൽ, അല്ലെങ്കിൽ പല തലങ്ങളിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വൈദഗ്ധ്യമുള്ളവരാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. ഈ വിഷയം കേട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ തോന്നിയൊരു കാര്യം, ഈ ബന്ധങ്ങളൊക്കെ നമുക്കങ്ങനെ ഇങ്ങനെ തുടങ്ങാം, ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് ഈ ബന്ധം തുടങ്ങാം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ തുടങ്ങാം, ജീവിതത്തിലെ ഇന്ന പോയിന്റിൽ ഒരു ബന്ധം തുടങ്ങാമെന്നും എങ്ങനെ അവസാനിപ്പിക്കാമെന്നും മുന്നേ കൂട്ടി പദ്ധതിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ ബന്ധങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിൽ ഒന്നാണോ ബന്ധങ്ങൾ എന്നതാണ് എനിക്ക് ആദ്യം ഈ വിഷയം കേട്ടപ്പോൾ തോന്നിയത്. എനിക്ക് തോന്നുന്നു ആ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ തോന്നും. ലെനയിൽ നിന്ന് തുടങ്ങാം. നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ചേരാൻ പറ്റുന്നതിലും. ഈ എസ്റ്റീംഡ് പാനൽ ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്നില്ല, നൺ ഓഫ് us can be experts on relationships, but with this beautiful panel. And thank you for the very obvious question. ഞാനും ഇത് തന്നെയാണ് ചിന്തിച്ചത്. എക്സാക്ട്ലി, ബന്ധങ്ങൾ എപ്പോൾ തുടങ്ങാം, എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് ചോദിച്ചാൽ, ഐ ഡോണ്ട് തിങ്ക് റിലേഷൻഷിപ്സ് ആർ under our control, but they're also under our control, in the sense that it's ഞാൻ ഇംഗ്ലീഷിൽ പറയാം, ബിക്കോസ് കാൾ യൂങ്ങിൻ്റെ ഒരു കോട്ടാണ് എനിക്ക് എപ്പോഴും ഈ കാര്യത്തിൽ ഓർമ്മ വരിക. ഇഫ് യു ഡോണ്ട് മേക്ക് യുവർ സബ് കോൺഷ്യസ് കോൺഷ്യസ്, ഇറ്റ് വിൽ ഡിക്റ്റേറ്റ് യുവർ ലൈഫ് ആൻഡ് യു വിൽ കോൾ ഇറ്റ് ഫേറ്റ്. സോ ഇസ് ഇറ്റ് ഫേറ്റ് എന്ന് ചോദിച്ചാൽ, യെസ്, ഇറ്റ് ഇസ് ഫേറ്റ്. ബട്ട് ക്യാൻ യു ചേഞ്ച് യുവർ ഫേറ്റ്? യെസ്, ഇഫ് യു ബ്രിങ് കോൺഷ്യസ്നെസ് ടു ഓൾ ദറ്റ് ഇസ് സബ് കോൺഷ്യസ് ഇൻ യു. ഈ പറഞ്ഞതിനെ ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് മലയാളത്തിൽ പറയാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മുടെ ബന്ധങ്ങൾ വളരെ കോൺഷ്യസ്ലി നമ്മളൊരു ബന്ധത്തിലേക്ക് കയറുകയും വളരെ കോൺഷ്യസ്ലി ഈ ബന്ധം അവസാനിപ്പിക്കേണ്ട സമയമായി, അല്ലെങ്കിൽ ഈ ബന്ധം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ ബോധത്തോടുകൂടെ അറിഞ്ഞ് അതിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്താൽ അതിൽ നിന്നും കിട്ടാവുന്ന ഗുണങ്ങൾ കിട്ടുകയും, അതായത് ദ ഗിഫ്റ്റ്സ് ആൻഡ് ദ ലെസൺസ് ഫ്രോം ഇറ്റ്, ആൻഡ് അത്രയും ഹേർട്ടും പെയിനും ഇല്ലാതെ അവസാനിപ്പിക്കാനും അതിൽ നിന്നും മുന്നോട്ട് നീങ്ങാനും പറ്റും. അതിൽ വേണ്ട ടൂൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇസ് കോൺഷ്യസ്നെസ്. വിത്ത് ലോട്ട് ഓഫ് അവെയർനെസ് വി നീഡ് ടു ഗെറ്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് റിലേഷൻഷിപ്സ്. അതാണ്, നമുക്കൊട്ടും പ്ലാൻഡ് അല്ല. നമ്മൾ ഏതൊരു മനുഷ്യനെ ഇടപെടുമ്പോഴും ആ മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അടുത്ത് നിൽക്കുമെന്ന് നമുക്കൊട്ടും ധാരണ ഉണ്ടാവില്ല. നമ്മൾ അവരായിട്ട് നിരന്തരമായി ഇടപെട്ട് കഴിഞ്ഞാലാണ്, കുറച്ചധികം നേരം നമ്മൾ ഇടപെടുമ്പോഴാണ് അവരായിട്ടുള്ള നമ്മളുടെ ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പം അതെന്തിലൂടെയാണ്? പിന്നെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്, രണ്ട് പേര് അല്ലെങ്കിൽ നമ്മളും അപ്പുറത്ത് നിൽക്കുന്ന ആളും തമ്മിലുള്ളൊരു ബന്ധമാണല്ലോ. അപ്പോൾ അത് ജനാധിപത്യ മര്യാദ അവിടെയും വേണം. ഈ രണ്ട് പേരും തമ്മിൽ വേണ്ടി ഒരു ഡെമോക്രാറ്റിക് ആവണം ആ സ്ഥലം. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അപ്പുറത്തുള്ള ആളും അതിലേക്കുള്ള മോട്ടീവ് എന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ ഈ രണ്ട് പേർക്കും ഒരേ ആഗ്രഹമല്ലെങ്കിൽ അപ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നത്, അപ്പോഴാണ് പെയിൻ വരുന്നത്, അപ്പോഴാണ് ഹേർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി നമുക്കതൊന്നും പറ്റില്ല. നമുക്കിപ്പോൾ ഒരാളായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ എന്തിലേക്കാണ് എന്നാൽ അത് ചിലപ്പോൾ ഇനീഷ്യലി നമുക്ക് പറ്റില്ലായിരിക്കും. പക്ഷേ നമുക്ക് ഒരു ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ അപ്പുറത്തെ മനുഷ്യനെ മനസ്സിലാക്കുക, നമ്മളെ മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെ കുഴപ്പം എന്ന് പറയുന്ന പോലത്തെ കുഴപ്പം നമുക്കും ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതും കൂടിയിട്ടാണ്, അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒട്ടും പ്ലാൻഡ് ആയിരിക്കില്ല ഒരു മനുഷ്യരായിട്ട് ഇടപെടുന്ന, ഇപ്പം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധം, നമ്മൾ തമ്മിലുണ്ടാകുന്നത് ഇതൊന്നും പ്ലാൻഡ് അല്ലല്ലോ. അപ്പോൾ അത് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അത് നമുക്ക് എങ്ങനെയാണ് ആ ഒരു സ്ഥിരത ഇവോൾവ് ചെയ്യുന്നതെന്നൊക്കെ പ്ലാൻഡായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിന് അത് ഹാംഫുള്ളാവുന്നൊരു സമയമാകുമ്പോൾ അത് നിർത്തേണ്ടത് നമ്മളതിനെ ബോധപൂർവം മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് നമുക്കൊരു
മറ്റൊരു ലീഡിലേക്ക് പോകാൻ തോന്നുന്നു. അതായത് ഇപ്പം നമ്മൾ രണ്ടുപേര് സംസാരിച്ച് കഴിഞ്ഞതും ഒരു പക്ഷെ നമുക്ക് ബന്ധം എവിടെ തുടങ്ങുന്നു എന്നുള്ളതിൽ ഒരു നിയന്ത്രണം പൂർണ്ണമായി നമുക്കില്ലായിരിക്കാം. പക്ഷെ നമ്മളെപ്പോഴും ബന്ധങ്ങൾ അവസാനിക്കുന്ന ഇടങ്ങളെ വളരെ ദുഃഖമുള്ള അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ തളർത്തിക്കളയുന്ന മോശമായൊരു സാഹചര്യമായാണ് എന്നും നമ്മൾ ഈ ബന്ധങ്ങൾ അവസാനിക്കുന്ന ഇടങ്ങളെ കണ്ടിട്ടുള്ളത്. പക്ഷെ സത്യത്തിൽ കുറേ കൂടി മനോഹരമായ അവസാനങ്ങൾ ചിലപ്പോഴെങ്കിലും അത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതുണ്ട്. ചിലപ്പോഴെങ്കിലും ഇത് അവസാനിപ്പിക്കാമെന്ന് രണ്ടുപേർ തീരുമാനിക്കുന്ന ഇടം മനോഹരമാക്കാൻ കഴിയുമെങ്കിൽ അതെങ്ങനെയാകും എന്നുള്ളതൊന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നത്തെ കാലത്ത് ഡിവോഴ്സ് റേറ്റ് കൂടുതലാണ്, അത് ജനറേഷൻ്റെ പ്രശ്നമാണോ? ഇങ്ങനെയൊക്കെയുള്ള കുറേ കോൺവെർസേഷൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മളടുത്ത ആളുകൾ വന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പം ഈ പറയുന്ന സെപ്പറേഷൻസൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ പറയില്ലേ, മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടി ആലോചിച്ചിട്ട് വേണം ലൈഫിലൊരു ഡിസിഷൻ എടുക്കാൻ എന്നുള്ളൊരു പാറ്റേണിൽ കുറേ കാലമായിട്ട് കണ്ടീഷൻഡായിട്ടാണ് നമ്മളെല്ലാവരും വളർന്നു വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം കുട്ടികളെ പറ്റി ആലോചിക്കുന്നുണ്ടാവും, നമ്മുടെ പേരൻസിനെ പറ്റി ആലോചിക്കുന്നുണ്ടാവും, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു മഹിമയെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ടാവും, നാട്ടുകാരെ പറ്റി നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മളെപ്പറ്റി ആലോചിക്കാനും ഈ ഒരൊറ്റ ലൈഫ് നമുക്കൊരൊറ്റ ലൈഫായിട്ടേ ഉള്ളൂ എന്നുള്ളതും നമ്മളങ്ങ് നള്ളിഫൈ ചെയ്ത് പോവാറുണ്ട്. അപ്പം നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലി ആണോ ബിൽഡ് ചെയ്യുന്നത്, ഹെൽത്തി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആണോ ആസ് എ പാരൻറ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളെപ്പോഴും സെഷൻസിലാണെങ്കിലും പറയും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി സേവ് ചെയ്യുകയാണെന്ന് പറയും. പക്ഷേ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി സേവ് ചെയ്യുന്ന റിലേഷൻഷിപ്പിൽ എന്ത് എക്സാമ്പിളാണ് നിങ്ങൾ അവർക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുക, എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വഴക്ക് പറയുന്ന രൂപത്തിൽ മാത്രം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സംസാരിക്കുന്ന പാരൻസ്, ലൗഡായിട്ട് മാത്രം സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമ്മൾ പറയില്ലേ കോൾഡ് വാർ, ഇതുപോലെ അതിപ്പോൾ ഒരു പാത്രം എടുത്ത് അങ്ങോട്ട് വെക്കുന്നതിൻ്റെ രീതി പോലും കുട്ടിക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, ഇവിടെ എന്തോ അത്ര സേഫ് അല്ല, കംഫർട്ടബിൾ അല്ല, ഹാപ്പി അല്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ നെർവസ് സിസ്റ്റം പഠിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള ഓരോരോ പാറ്റേണിൽ നിന്നാണ്. അവരുടെ നോർമൽസി ബിൽഡ് ചെയ്യുന്നത് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധം കണ്ടിട്ട് തന്നെയാണ്. അവരുടെ എവറി ഫ്യൂച്ചർ റിലേഷൻഷിപ്സിൻ്റെ ബേസ് എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ പാരൻസിനെയാണ് അവർക്ക് ഇമ്മീഡിയറ്റ്ലി കാണാൻ ആക്സസ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ആ റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഒരു വളരെ കയോട്ടിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ വളരുന്നൊരു ഫാമിലിയിലുള്ളൊരു കുട്ടി ഫ്യൂച്ചർ ലൈഫിലേക്ക് പോകുന്ന സമയത്തും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസസ് പാർട്ട്ണറുടെ അടുത്തുനിന്ന് ഉണ്ടാവുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും റിലേഷൻ എന്ന് അവരങ്ങോട്ട് വിചാരിച്ചു പോവുക. ചിലപ്പോൾ അവരതിനെ നോർമലൈസ് ചെയ്യും, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അത് അൺലേൺ ചെയ്തിട്ടുണ്ടാവും. ഇതായിരിക്കും എനിക്ക് വേണ്ടാത്തത്, ഇതല്ല എനിക്ക് വേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും അവരെത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ അതെ അതെ, നമ്മുടെ പേരൻസ് എങ്ങനെയാണോ അതിലൊരു വൂണ്ട് എന്തായാലും ആർക്കാണെങ്കിലും ഉണ്ടാവും. ദർ ഇസ് നോ പെർഫെക്റ്റ് പാരൻറ്റിംഗ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിപ്പോഴാണ് മനസ്സിലായത്. ഞാനൊരു ടീനേജർ ആയിരുന്നപ്പോൾ വളരെ കെയോട്ടിക് ആയിട്ടുള്ളൊരു ടൈമിലൂടെ എൻ്റെ ഫാമിലി പോവുകയും ഞാൻ അതിൽ നിന്ന് എടുത്ത തീരുമാനം എനിക്ക് കുട്ടികൾ വേണ്ട എന്നുള്ളതായിരുന്നു. ബിക്കോസ് ഐ തോട്ട് ഹൗ കൻ ഐ ബി എ ഗുഡ് പേരൻറ്റ്. ഐ ഹവ് ആക്ച്വലി തോട്ട് എ ലോട്ട് അബൌട്ട് ദിസ്. വളരെ ചെറിയ ഏജിൽ നമ്മളെങ്ങനെ നല്ലൊരു പേരൻ്റ് ആവും, എങ്ങനെയാണ് നല്ലൊരു പേരൻ്റ് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വളരെ നന്നായിട്ട് പാമ്പർ ചെയ്ത് വളർത്തിയ കുട്ടികൾക്കും അതാണ് അവരുടെ ട്രോമ. എനിക്ക് ഒരു ഫ്രീഡം തന്നില്ല, എന്നെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് വളർത്തി, എന്നെ അത്. അപ്പോൾ മറ്റുള്ള ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്പെക്ട്രമിലുള്ള ആൾക്കാർ പറയുന്നത് എന്നെ കെയർ ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല, എൻ്റെ ഇതിന് വിട്ടു, എനിക്കൊരു ഡയറക്ഷൻ തന്നില്ല. സോ ദർ ഇസ് നോ വേ ടു ഹാവ് പെർഫെക്റ്റ് പാരൻറ്റിങ് ബിക്കോസ് വി ഹാവ് എൻറ്റേർഡ് ദി സ്കൂൾ ഓഫ് ലൈഫ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ദ ഓൺലി വേ ടു ലേൺ ഇസ് ഫ്രം ഡിസ്കംഫർട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ എന്തോ ഒരു കുറവ് തോന്നിയാൽ നമ്മൾ അതിനെ അതിജീവിക്കാനായിട്ട് മുന്നോട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കുകയുള്ളൂ. So we should never blame our parents, but at the same time we should not
സപ്രസ്ഡ് ആൻഡ് സപ്രസ് ദാറ്റ് ഫീലിംഗ് ഡൗൺ, ബിക്കോസ് എല്ലാ ടീനേജറിൻ്റെ ഉള്ളിലും ഒരു റേജ് ഉണ്ട് ടുവേർഡ്സ് ദിയർ പേരൻസ്. സോ ഐ തിങ്ക് ഫസ്റ്റ് വി ഷുഡ് സേ ഓക്കെ, നിങ്ങളുടെ പേരൻസിനോടുള്ള നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആസ് അഡൾട്ട്സ് നമ്മുടെ ഒക്കെ ഉള്ളിൽ എന്തോ ഉണ്ട്. എൻ്റെ പേരൻസ് ഒരിക്കലും എനിക്ക് ഫ്രീഡം തന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു, അല്ലെങ്കിൽ സംതിങ്. എല്ലാവർക്കും എന്തോ ഒരു ഇതുണ്ടാവും. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സേ മൈ പേരൻസ് വർ ഗോഡ് ആൻഡ് ദേ ഡിഡ് എവറിത്തിങ് പെർഫെക്റ്റ്ലി. അങ്ങനെയാണെങ്കിൽ ടുഡേ ദർ ബി എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ സേയിങ് ദറ്റ് നിങ്ങൾ എന്തൊക്കെയോ സപ്രസ് ചെയ്യുകയും റിപ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അത് പറയാനായിട്ട്. അപ്പോൾ അതാദ്യം എക്സ്പ്രസ് ചെയ്യുക, ആ ദേഷ്യം അങ്ങ് തീരട്ടെ. ആ ദേഷ്യം തീരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ആസ് എൻ അഡൾട്ട്, ആറൻറ്റ് മൈ പേരൻസ് ഓൾസോ ഹ്യൂമൻ ബീങ്സ്? അവരും സാധാരണ മനുഷ്യന്മാരല്ലേ, അവർക്കും തെറ്റുപറ്റില്ലേ? അവരും ഡിഡ് ദേ ഡു ദ ബെസ്റ്റ് ദേ കുഡ് ഡു? അവരുടെ അറിവിൻ്റെ അളവും അവരുടെ സാഹചര്യത്തിൽ അവർ ചെയ്യാവുന്ന ബെസ്റ്റ് അല്ലേ ചെയ്തിട്ടുണ്ടാവുക. ഐ എം നോട്ട് സെയിങ് ദറ്റ് ഓൾ പേരൻസ് ആർ ദാറ്റ്. സം പേരൻസ് ആർ ആക്ച്വലി വെരി ക്രൂവൽ, സം പേരൻസ് ആർ അബ്യൂസീവ്. ആ അങ്ങനത്തെ എക്സ്ട്രീം കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ജനറലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് വി നീഡ് ടു തിങ്ക് അബൌട്ട് ഹൗ വി വോണ്ട് ടു നൗ ലുക്ക് അറ്റ് റിലേഷൻഷിപ്സ്. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പേരൻസിനോടുള്ള ആ ഒരു ട്രോമ ദാറ്റ് എനിക്ക് എൻ്റെ പേരൻസ് തെറ്റാണെന്ന് ഞാൻ പറയാൻ പാടില്ല, എനിക്കത് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ അവർ തെറ്റല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ തെറ്റായിരിക്കണം. സോ ഐ മസ്റ്റ് ഹാവ് ബീൻ റോങ്. സോ ദിസ് ക്രിയേറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിലെമ ഇൻ അവർ മൈൻഡ്. എന്നിട്ട് നമ്മൾ പിന്നീട് അവിടെ നിന്ന് ഇതേപോലത്തെ പേരൻസിനെ പോലത്തെ ആ പ്രോബ്ലം എന്തായിരുന്നോ, സപ്പോസ് യു ഹാഡ് എ നാർസിസ്റ്റിക് പേരൻറ്റ്, ഓർ യു ഹാഡ് എൻ അബ്യൂസീവ് പേരൻറ്റ്, ഓർ യു ഹാഡ് എ പേരൻറ്റ് ഹു കൺട്രോൾഡ് യു, നിങ്ങൾ ഇതേപോലത്തെ ഒരു വ്യക്തിയെ ആയിരിക്കും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടപ്പുണ്ട്. ഈ പ്രോബ്ലം എൻ്റെ പേരൻസായിട്ട് എനിക്ക് തീർക്കാൻ പറ്റില്ല, അതേപോലത്തെ ഒരാളുമായിട്ട് ഇത് തീർത്ത് അതിൻ്റെ ഒരു ഫൈനാലിറ്റിയിലേക്ക് എത്തിയാൽ ഞാൻ ധന്യമായി. അപ്പോൾ നമ്മൾ അതുപോലത്തെ ഒരാളെ തന്നെ തോട്ട് ഐ ഗസ് ഫ്രോയിഡ് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നത് സ്ത്രീകളും പാരന്റ്സ് ചൈൽഡ്ഹുഡ് unsolved childhood issues become the attractive factor in your supposed partner. That's what attracted you in the first place, but you will never say that. You will say they're so beautiful, they're so good. We will attract that pattern എന്നാ പറയാ. നിങ്ങളിപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്തോന്നറിയില്ല, നമ്മൾ മനോഹരമായ അവസാനങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിവോഴ്സിലേക്ക് പോയി. ആക്ച്വലി മൈ ക്വസ്റ്റ്യൻ വാസ് ഇൻ ജനറൽ. ഡിവോഴ്സിലേക്ക് പോകും ബിക്കോസ് വി ആർ ഓൾ കണ്ടീഷൻ ദാറ്റ് വേ. ഞാനും ചിന്തിക്കും. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് സൗഹൃദങ്ങളിലാവാം, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രൊഫഷണൽ സ്പേസിലുള്ള ഒരു ബന്ധമാകാം. ഇപ്പോൾ ഒരു സ്ഥലത്തിൽ നിന്ന് രാജിവെച്ചിറങ്ങുന്ന സമയത്ത് പോലും ആവാം നമുക്ക് ആ സ്ഥലവുമായി അല്ലെങ്കിൽ ഒരാളുമായുള്ള ബന്ധം ഏറ്റവും മനോഹരമായി അവസാനിപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്കത് കഴിയാറില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ എപ്പോഴും വരുന്ന മാനേജർ ട്രോൾസ് ഉണ്ട്. നമ്മളെ അട്രാക്ട് ചെയ്യുന്നതാണ് ആക്ച്വലി അത്. പക്ഷേ പല സ്ഥലങ്ങളിൽ നമ്മൾ മാനേജർ ട്രോൾസ്, അല്ലെങ്കിൽ നമ്മൾ ഈ കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഏറ്റവും ഭംഗിയായി ഒരു കാര്യം അവസാനിപ്പിക്കാൻ നമ്മൾ മലയാളികൾ കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാമോ? അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് ഒരു ചോദ്യം. രണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അവെയറായി ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. അതിനെ പറ്റിയിട്ട് അത്ര അവെയറായി തുടങ്ങുന്നത് പോലും ബന്ധങ്ങൾ വൃത്തിയിൽ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അവസാനിച്ചതിന് ശേഷം അതല്ലാത്ത രീതിയിൽ വേറൊരു ബന്ധവും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ ബന്ധത്തിനെ തന്നെ നമുക്ക് റീഡിസൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മൾ പഠിച്ചു വന്നത് അല്ലെങ്കിൽ കണ്ടു വന്നത് മായ്ച്ച് കളയുക, അല്ലെങ്കിൽ ലൈഫിൽ നിന്ന് അവരെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മളതിനെ ബന്ധങ്ങൾ അവസാനിപ്പിച്ച് നിർത്തുന്നത്. അത് എപ്പോഴും നമ്മൾ തന്നെ ശരിക്കും സഫർ ചെയ്യുന്നില്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരാളെടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്തിൽ അത് അവസാനിച്ച് പോകുമ്പോൾ ആ മെമ്മറിയിൽ നമുക്ക് ഭയങ്കര പെയിനാണ്. ആക്ച്വലി നമുക്ക് അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. അതിനെ റീഡിസൈൻ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഹാംഫുൾ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും, അത് നമുക്ക് അത്രയും ടോക്സിക് ആണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യേണ്ട. എന്നാൽ പോലും നമുക്കത് എങ്ങനെയാണ് വൃത്തിയിൽ അവസാനിപ്പിക്കുക എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ഒക്കെ വന്നു തുടങ്ങി. കുറച്ചും കൂടി നമ്മൾ അങ്ങനത്തെ അവെയർനെസ് സ്പീച്ചുകളും ഇതൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്ന കുറച്ചും കൂടി അതിനുള്ള സാധ്യതകളുണ്ടെന്നും. പിന്നെ നമ്മൾ വളരെ അപൂർവം മനുഷ്യരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ സെപ്പറേഷനിൽ പോയിട്ടും അവർ നല്ല സൗഹൃദത്തോടെ പോകുന്ന മനുഷ്യർ. അന്നൊക്കെ നമുക്കത് ഭയങ്കര അത്ഭുതമുള്ള കാഴ്ചയായിരുന്നു. അവരങ്ങനെ ഇല്ലേ, നമുക്ക് തോന്നിയിട്ടില്ലേ? പക്ഷെ അത് എല്ലാ മനുഷ്യർക്കും, വളരെ നമ്മൾ എവിടെ ജീവിക്കുന്ന മനുഷ്യർക്കും പ്രാക്ടിക്കലി അതാണ് പോസിബിൾ ആക്കേണ്ടത്. മനുഷ്യരങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയരുത്. ആ സ്നേഹവും അവരോടുള്ള കരുതലും എപ്പോഴും
നമുക്ക് സാധ്യമാവുന്ന സാധ്യതയിൽ അത് കൊണ്ടുപോകണം എന്നാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് കുറച്ചുകൂടി ഇപ്പോൾ ആൾക്കാർ അതിൽ അവെയറായി വരുന്നുണ്ട്. നമ്മൾ പണ്ട് ഡിവോഴ്സ് ചെയ്തവരോ അല്ലെങ്കിൽ ബ്രേക്കപ്പിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരോ റീയൂണൈറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പം നമുക്കത് കുറച്ചെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ ഡിവോഴ്സ് വാങ്ങുകയും ഇൻഫാക്റ്റ് ഇത് പറയുമ്പോൾ ഏറ്റവും രസം, ഇന്നലെ ഞാൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തു ഒരു ഫംഗ്ഷനിൽ വെച്ച്. ആൻഡ് ഐ ഇൻട്രൊഡ്യൂസ്ഡ് ഹിം ടു മൈ പ്രസൻറ്റ് ഹസ്ബൻഡ് പ്രശാന്ത് നായർ. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. ബിക്കോസ് ഞാൻ വിശ്വസിക്കുന്നത് ഷബ്ന പറഞ്ഞ ഒരുപാട് പോയിൻറ്റ്സ് പോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ തീം പോലെ ദ പാരഡോക്സ് ഓഫ് പേസ്. ദ പാരഡോക്സ് ഓഫ് പേസ് ഇസ് ആക്ച്വലി ഡിസ്റ്റർബിങ് അസ്. എല്ലാം വേഗതയിൽ, നമുക്ക് എല്ലാം പെട്ടെന്നാവണം. ഞാൻ ചിന്തിക്കുന്നത് വളരെ പണ്ട് മുതലേ ഞാൻ റിലേഷൻഷിപ്സ് ആയിരുന്നു എപ്പോഴും എൻ്റെ ടെൻഷൻ. ബിക്കോസ് വീട്ടിലെ തന്നെ റിലേഷൻഷിപ്സിലെ സ്ട്രെയിൻ കാരണമാണ് അതൊരു തീം വെച്ചുകൊണ്ട് ഞാൻ എല്ലാം പഠിച്ചത്. ഈവൻ സൈക്കോളജി പഠിക്കാൻ പോയത്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സൈക്കോളജി ചെയ്തത്, സ്പിരിച്വാലിറ്റിയിലേക്ക് പോയത്. എൻ്റെ എല്ലാ ബന്ധങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ആക്ച്വലി ഒരു ലാബിലെ സയൻറ്റിസ്റ്റ് റിലേഷൻഷിപ്സിനെ വാച്ച് ചെയ്യുന്ന പോലെയാണ് എക്സ്റ്റേണലി എന്നെ തന്നെ എൻ്റെ റിലേഷൻഷിപ്സിൽ വാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഐ വാസ് വെരി പർട്ടിക്കുലർ ദാറ്റ് വെൻ വി ഡിവോഴ്സ്ഡ് ഇറ്റ് വാസ് നോട്ട് ഹറീഡ്. ഞങ്ങൾ ഗ്രാജുവലി രണ്ട് സെപ്പറേറ്റ് ഡയറക്ഷൻസിലേക്ക് വളർന്നു പോയ ആൾക്കാരാണ്. അപ്പോൾ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നാച്ചുറലി നമുക്ക് പറയാൻ തോന്നുകയാണ് ഇനി നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അല്ലേ. ബിക്കോസ് ഐ എം ഗോയിങ് ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ, യു ആർ ഗോയിങ് ഇൻ റൈറ്റ്. അപ്പോൾ ശരി, നന്നായി, ഇതുവരെ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തു, ഇനി എനിക്ക് ഇടത്തോട്ടാണ്, നിങ്ങൾക്ക് വലത്തോട്ടാണ് പോകേണ്ടതെങ്കിൽ ഓക്കെ, താങ്ക് യു, നൈസ് ട്രാവലിംഗ് ടുഗെദർ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റും. അതേ സമയത്ത് ഈ ഡിസ്റ്റർബൻസസ്, ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് നമ്മളൊരു ഡയറക്ഷനിലേക്ക് വളരുന്നു, മറ്റേ ആൾ വേറൊരു ഡയറക്ഷനിലേക്ക് അവരുടെ ചിന്താഗതിയും അവരുടെ ജീവിത രീതിയും അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കണമെന്ന് വാശി പിടിക്കും. ബട്ട് ഇഫ് യു ഡു ദാറ്റ് യു വിൽ നോട്ട് ലേൺ ദ ലെസൺ യു ഹാഡ് ടു ലേൺ. ഐ ബിലീവ് ദാറ്റ് ഓൾ ആർ റിലേഷൻഷിപ്സ് ആർ ഫോർ അസ് ടു ലേൺ മോർ അബൌട്ട് അവർ സെൽവ്സ്. ആർ റിലേഷൻഷിപ്സ് ആർ മിറേഴ്സ് ഫോർ അസ്. നമ്മുടെ അച്ഛനമ്മ മുതൽ നമ്മളെ തന്നെ മിറർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫാക്ടേഴ്സ് കാണിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും ദാറ്റ്സ് മൈ ഫ്രണ്ട്, എനിക്കവരെ ഇഷ്ടമാണ്. നിനക്കും പൊറോട്ടയാണോ ഇഷ്ടം, എനിക്കും പൊറോട്ട ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടങ്ങളാണ് എപ്പോഴും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആക്കുന്നത്. നമ്മളായിട്ട് ഡിഫറൻസസ് ഉള്ളവരെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുകയും ചെയ്യും. എനിക്കവരെ ഇഷ്ടമല്ല എന്ന് പറയും. എന്താ ഇഷ്ടമില്ലാത്തത്? ബിക്കോസ് ദേ മൈറ്റ് റെപ്രസെൻറ്റ് സംതിങ് ഫ്രം യുവർ ഷാഡോ സെൽഫ്. ഈ ഷാഡോ സെൽഫ് എന്ന് പറയുന്നത് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് യു വിച്ച് യു ഡോണ്ട് ലൈക്ക്. അപ്പോൾ എവറി റിലേഷൻഷിപ്പ് ഈസ് ഗോയിങ് ടു എക്സ്പോസ് യുവർ ഷാഡോ. എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, മേ ബി പേരൻറ്റ്, ചൈൽഡ്, ബ്രദർ, സിസ്റ്റർ, ഫ്രണ്ട്, ഹസ്ബൻഡ്, വൈഫ്, ഡസൻറ്റ് മാറ്റർ വാട്ട് ദ റിലേഷൻഷിപ്പ്, എവറി സിംഗിൾ റിലേഷൻഷിപ്പ് യു ഡോണ്ട് ലൈക്ക് is showing you something about you that you don't like about yourself. Appo stop focusing on the relationship, on the other person. They are a mirror. Look at what the mirror is showing you about yourself, and I think that's the best way to grow faster. And when you finish that growth, avarodu nanni undavum aa mirror nodu, thank you. Ipo mirror e kanikkullu nammade mothu ipo കഴിച്ച ബണ്ണിൻ്റെ പൊടി ഇരിപ്പുണ്ടോന്ന്. ആ സമയത്ത് മിററിനെ പൊട്ടിക്കാൻ നിൽക്കരുത്. എക്സാക്ട്ലി. ഇപ്പം നമ്മൾ സംസാരിച്ചത് തന്നെ പലപ്പോഴായിട്ട് അറിയാതെയോ അറിഞ്ഞോ ഒക്കെ കയറി വന്ന ഒരു പോയിൻ്റാണ് നമ്മുടെ ഫാമിലി. നമ്മൾ ജനിച്ച് വളരുന്ന സാഹചര്യത്തിൽ നമ്മളോടൊപ്പം വളർന്നവരാണ് അവരും അല്ലേ. നമുക്കൊപ്പം നമ്മുടെ വ്യക്തിപരമായ അനുഭവം അച്ഛനും അമ്മയും ആസ് പേഴ്സൺസ് നമുക്കൊപ്പം വളർന്നവരാണ്. ആ പല പോയിന്റിലും നമുക്ക് അവരോടൊരു നോ പറയാൻ പറ്റാറില്ല. അത് സിബ്ലിങ്സ് ആയിക്കോട്ടെ, കുടുംബത്തിനകത്ത് ബൗണ്ടറീസ് എന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അത് ശീലമില്ല നമുക്ക്. പക്ഷെ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇപ്പോഴൊന്ന് പറയാൻ കഴിഞ്ഞത് ഈ തീരുമാനം ഞാൻ എടുത്തോട്ടെ. ഇപ്പോൾ വ്യക്തിപരമായി നമ്മളെ കംഫർട്ടബിൾ ആക്കാനായിരിക്കും ചിലപ്പോൾ അവർ ഇടപെടുന്നത്. ആ കംഫർട്ട് നമുക്കപ്പോൾ വേണ്ടെങ്കിലോ? അപ്പോൾ ആ സമയത്ത് ഒരു നോ പറയാൻ നമുക്ക് കഴിയാറില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ തന്നെ നമ്മളൊരു പക്ഷേ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിന് അപ്പുറത്തേക്ക് നമ്മുടെ ഫാമിലിയിൽ നമുക്ക് എവിടെ ബൗണ്ടറി വരയ്ക്കാം, എങ്ങനെ ആ ബൗണ്ടറി സെറ്റ് ചെയ്യാം? ഫാമിലിയിൽ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പം അതിനേക്കാൾ ഉപരി ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കുട്ടിയെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് വിഷയം. കുട്ടിയെ നിങ്ങൾ ഒന്നിനും കേപ്പബിൾ അല്ലാത്ത
എല്ലാ സമയത്തും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരാളായിട്ടാണോ നിങ്ങൾ ആ കൊച്ചിനെ കാണുന്നത്? കൊച്ച് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, എന്നാലും നിങ്ങളുടെ കൊച്ചാണ്. കാലാകാലം ആ കൊച്ച് നിങ്ങളുടെ കൊച്ചാണ്. കൊച്ചിന് 30 വയസ്സായാലും 40 വയസ്സായാലും നിങ്ങളുടെ കൊച്ചാണ്. അപ്പോഴും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സെർവ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ഡിസിഷൻ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ? അതായത് ബേസിക്കലി മറ്റെല്ലാ ഇൻഡിവിജ്വൽസിനെയും വലിയ അഡൾട്ട്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ കുട്ടികളായിരിക്കുമ്പോൾ പോലും അവരുടെ നീഡ്സ് എന്താണ്, അവർക്ക് പറയാനുള്ളത് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, ഈ എല്ലാ കാര്യങ്ങളിലും ഒരു അഡൾട്ടിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കേൾക്കാനായിട്ട് റെസ്പെക്റ്റ്ഫുള്ളി നിങ്ങൾ അവൈലബിൾ ആയാൽ നിങ്ങൾക്ക് ഈ ബൗണ്ടറീനെ പറ്റിയൊന്നും അത്രയ്ക്ക് വെറീഡ് ആവേണ്ട ആവശ്യം ഉണ്ടാവില്ല. പാരൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ലിസൺ ചെയ്യാൻ അവൈലബിൾ ആവുക, ടൈം കൊടുക്കുക. ഈ പാരൻറ്റിങ്ങിൻ്റെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എനിക്ക് കുട്ടികളുണ്ടാവുന്ന സമയത്ത് എന്താവും എന്നുള്ളൊരു കൺസേൺ, ഇത് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. ഒന്നാമത് നേരത്തെ പറഞ്ഞ പോലെ വളരെ ബിസി ലൈഫാണ് നമ്മളുടെ. എപ്പോഴും നമ്മുടെ കുറേ പ്ലാൻസ് ഉണ്ട് ലൈഫിൽ. ഒരു ടാസ്ക് തീർന്നിട്ട് അടുത്ത ടാസ്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതിൻ്റെ ഇടയിൽ കുട്ടി എന്ന് പറയുന്നത് ഒരാളാണ്. 24/7 ചിലപ്പോൾ ഒരു ഇനീഷ്യൽ ഫ്യൂ ഇയേഴ്സ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴും അതൊരു ടാസ്ക് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് തോന്നും പലപ്പോഴും, ഓക്കെ എൻ്റെത് ഇമ്പോർട്ടൻ്റ് അല്ലേ, വെയിറ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെത് ഇമ്പോർട്ടൻ്റ് അല്ലേ, ഇങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് കുട്ടികളിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ നമ്മൾക്ക് തോന്നും നമ്മളാണ് അവരെ എല്ലാ കാര്യങ്ങളിലും സൂപ്പർവൈസ് ചെയ്ത്, അതുകൊണ്ട് നമ്മൾ ഓരോ ഡിസിഷൻസ് ഉണ്ടാക്കും, പ്ലാൻ ഉണ്ടാക്കും. ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടി. എന്നിട്ട് നമ്മൾ പറയുന്ന ടൈം ഷെഡ്യൂൾ പോലെ അവരുടെ അടുത്തും ആ ടൈം ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലുതായാലും ഈ പ്ലാനിങ് നിർത്തുന്നില്ല അല്ലേ? 18 വയസ്സായാലും നിർത്തുന്നില്ല, 20 വയസ്സായാലും നിർത്തുന്നില്ല. ഇപ്പോൾ 35 വയസ്സുള്ള അല്ലെങ്കിൽ 40 വയസ്സുള്ള ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന മക്കൾക്ക് വേണ്ടി പാരൻസ് ഫ്ലാറ്റ് ബുക്ക് ചെയ്ത് വിടും, സ്ഥലം വാങ്ങി വെക്കും. ഇതെൻ്റെ മകന് വീട് വെക്കാൻ, വീട് ഇവിടെയാണോ മകന് വേണ്ടതെന്ന് മകനോട് ചോദിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഈ ഒരു സിൻഡ്രോം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കരുതിയത് ഓരോ കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ ഇത് കുറയല്ല, ആക്ച്വലി കൂടുകയാണ് ചെയ്യുന്നത്. ഈ ടേക്ക് കെയറിങ് ഒരു കാലത്തും അവസാനിക്കുന്നില്ല. അവർക്ക് ലൈഫ് എക്സ്പെരിമെൻറ്റ് ചെയ്യണ്ടേ, അവർക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസസ് സ്വന്തമായി നേടേണ്ടതെന്ന് നമുക്ക് തോന്നിപ്പോവും പലരുടെയും കാര്യങ്ങളിൽ കാണുമ്പോൾ. നമ്മളിപ്പോൾ ഈ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങളും കാണുമ്പോൾ പാരൻസിൻ്റെ ഇൻ്റർഫിയറൻസ് സ്നേഹത്തിലല്ല ഞാൻ പറയുന്നത്. ചില സമയത്ത് സ്നേഹത്തിനോടും നമുക്കൊരു ബൗണ്ടറി വേണ്ടി വരും. സ്നേഹം, ബന്ധം എന്ന് പറയുമ്പോൾ തന്നെ അത് അമ്മ മകളായിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മളുടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, അവർ രണ്ടും മനുഷ്യരാന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകും. നമ്മൾ രണ്ടും അത് ആ ഒരു എന്താ പറയുക, ആ ഒരു മനസ്സിലാക്കലില്ലാതെ ആവുമ്പോഴാണ് ഈ ബന്ധത്തിൻ്റെ അതോറിറ്റി നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഇപ്പം ഞാൻ ഭയങ്കര വൈകാരികമായിട്ട് സ്നേഹത്തിൻ്റെ എക്സസ്സിൽ ജീവിച്ച എൻ്റെ ഇമോഷൻസൊക്കെ അങ്ങനെയാണ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയുള്ളൂ. അപ്പോൾ അതൊരു കുഴപ്പമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാവുന്നത്. എനിക്കിപ്പോൾ ഒരു ടീനേജർ ഉണ്ട്, 15 വയസ്സായിട്ടുള്ള മകളുണ്ട്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് സെയിം ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ആ കുട്ടി ചോദിക്കും, വൈ ആർ യു സോ ഡ്രമാറ്റിക്? അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, ഞാൻ ഇത്ര ഡ്രാമയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാനത് ചെക്ക് ചെയ്യാൻ തുടങ്ങി, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പരിചയിച്ച എൻ്റെ കാഴ്ചയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ച് കാര്യങ്ങൾ മാറ്ററാണ് സംസാരിക്കേണ്ടത്. അതല്ലാതെ നമ്മളുടെ ഇൻസെക്യൂരിറ്റിയും നമ്മളുടെ ഈ പറയുന്ന നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മനസ്സിലുള്ള സങ്കല്പമാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് ഏത് ബന്ധത്തിലും. ആ സങ്കല്പത്തിനെ എങ്ങനെ ഹെൽത്തിയർ ആക്കാം? ഒരു അമ്മ മകൾ, ഇപ്പം നമ്മളുടെ ഉമ്മമാരെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ പേരൻസ് നമ്മൾക്ക് തരുന്ന ഈ ഒരു സ്നേഹം ആണ് നമ്മളെല്ലാമായിട്ട് കാണുന്ന സ്നേഹമാണ്. പക്ഷേ അത് വേണോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. അവർക്കിപ്പം നമുക്കത് പറയാനുള്ള അറിവുണ്ടായി, അവർക്ക് ചിലപ്പോൾ ആ അറിവിൽ നിന്നല്ല അവരത് ചെയ്യുന്നത്. നമ്മളെ വേദനിപ്പിക്കണം എന്നോ അല്ലെങ്കിൽ നമുക്കതൊരു വേദനയാണെന്ന് വിചാരിച്ചിട്ട് പോലും അല്ല അവരതിലേക്ക് വരുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു അവെയർനെസ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്, ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഓരോ പൊസിഷനിലെത്തുമ്പോൾ, ഒരു പാർട്ട്ണർ എന്നുള്ള സ്പേസിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അമ്മ എന്നുള്ള സ്പേസിലെത്തുമ്പോൾ, സുഹൃത്ത് എന്നുള്ള സ്പേസിലും, സൗഹൃദം നമ്മളുടെ മോശം കാര്യങ്ങൾ നമുക്ക് തന്നെ ബോധ്യമാവുന്ന സ്ഥലമാണ് നമ്മളുടെ സൗഹൃദം. അപ്പം ഓരോ സ്ഥലത്തും നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ സ്കൂൾ തലത്തിലെങ്കിലും ഈ ഒരു അവെയർനെസ് ഒരു പാഠ്യ വിഷയമാക്കണം എന്നാണ്. നമ്മൾ എന്തിനൊക്കെ പറ്റി പഠിപ്പിക്കുന്ന ഒരു ഉപകാരവും ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു ഇല്ലേ? അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇത് ചെറുപ്പം തൊട്ട് പഠിപ്പിക്കുന്ന സിലബസിൽ ഇത്തരത്തിലുള്ള
കാര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് എനിക്ക് മനസ്സിലായത്. അതല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാവില്ല. നമ്മൾ ജീവിച്ചും നമ്മൾ അനുഭവത്തിൽ നിന്നും വേദനയിലും എന്തിനാണ് നമ്മളിങ്ങനെ വേദനിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഇത്രയും എക്സസ് എടുക്കുന്നത്? ഇത്രയും കടന്നു പോകുന്ന എന്തിനാ? നമുക്കൊരു ചെറുപ്പം തൊട്ട് ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ എന്നുള്ള മനസ്സിലാക്കലുണ്ടെങ്കിൽ എത്രയോ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡാമേജസ് എത്രയോ ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റും. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും എല്ലാവരുടെയും ഫീലിങ്സും ഇമോഷൻസും നീഡ്സും എക്സ്പ്രസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലാണ് നമ്മളെക്കൊണ്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാനോ ഹെൽപ്പ് ചെയ്യാനോ പറ്റുന്നൊരു ഏരിയ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം. എഗെയിൻ അതിന് ടൈം വേണം, കൂടെ ഇരിക്കണം, സംസാരിക്കണം, ശരിയാണ്. ഇപ്പം ഈ നേരത്തെ പറയുന്ന പോലെ നോ പറയുന്നതൊരു സ്കില്ലാണ്. അപ്പുറത്തെ ആളെ ഒരുപാട് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നോ പറയുന്നത് എന്തായാലും വിഷമമുള്ള കാര്യമായിരിക്കും. പക്ഷേ സ്റ്റിൽ അത് എത്രത്തോളം നമുക്ക് വിഷമിപ്പിക്കാത്ത രൂപത്തിൽ പറയാൻ പറ്റും, എന്ത് വാക്കുകൾ ഉപയോഗിക്കണം. നിങ്ങളെപ്പോൾ ട്രിഗർ ആവുമ്പോൾ തൊട്ട് നിങ്ങൾ അതിനെപ്പറ്റി ഉള്ളിലോട്ട് നോക്കി നിങ്ങളെ റെഗുലേറ്റ് ചെയ്ത് അത് പറയാനുള്ള മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടല്ലേ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പോണത് എന്നുള്ളത് വാച്ച് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഷ്യസ്ലി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൂടാതെ നിങ്ങൾ രണ്ടുപേരുടെ പോയിന്റ്സ് വെച്ച് നോക്കിയാൽ തന്നെ ഇതൊന്നൊരു സ്കിൽ. ഷീ സെഡ് ഇറ്റ് റിക്വയർസ് സ്കിൽ സെറ്റ്സ് നീഡ് ടു ബി ലേൺഡ് ആൻഡ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ വി ആർ നോട്ട് ബീങ് ടോട്ട് ദാറ്റ്. അപ്പോൾ ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് നമ്മളെല്ലാവരും സിനിമയിലും കൂടെ ഉള്ളവരായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഐ തിങ്ക് സിനിമ ഹാസ് എ ഹ്യൂജ് റോൾ ടു പ്ലേ. സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന കുറേ ആർക്കിടൈപ്സാണ് പകുതി മുക്കാലും നമ്മുടെ ലൈഫിൽ നമ്മൾ അനുകരിക്കുന്നത്. റൊമാൻസ് ആണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺസ് സിനിമയിൽ കണ്ട് പോപ്പുലർ ആവുന്നതിന് വലിയൊരു പങ്കുണ്ട്. സോ ഐ തിങ്ക് ഫിലിം മേക്കേഴ്സ് നീഡ് ടു ചേഞ്ച് ദ ഡൈനാമിക്സ്. സോ വി ആർ എക്സ്പെക്ടിങ് ദ സെയിം ഫ്രം ഓൾ അവർ റിലേഷൻഷിപ്സ്. നമ്മൾ സിനിമയിൽ കണ്ട പാറ്റേൺസ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ബേസിക് വർക്ക് നമ്മൾ ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സ്ഥലമാണ്. അതായത് ഞാൻ പറയുന്ന ചെറുപ്പത്തിൽ നമ്മളെ ബാക്കി എല്ലാവരും പഠിപ്പിക്കുന്നത്, കണക്ക് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്നത്, ഇതിൻ്റെ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് നമുക്ക് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കോച്ചിങ് ഇല്ല എന്നുള്ളതാണ്. അത് ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് മുമ്പത്തെ ജനറേഷൻസിൽ ഒട്ടും ഇല്ല. ഇനി മുതൽ നമ്മൾ അവെയർ ആയ ഒരു ജനറേഷൻ ആയതിനാൽ ഇനി വരുന്ന ജനറേഷൻസിന് ഒന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ തന്നെ ഇതുണ്ടാവണം. സെക്കൻഡ്, പേരൻറ്റിങ് ഷുഡ് റിക്വയർ സം ബേസിക് സ്കിൽ. നമ്മൾ വേറെ ഏതൊരു വലിയ റോളിലേക്ക് ആൾക്കാർ കയറുമ്പോൾ ദർ ആർ സം പ്രീ റിക്വസിറ്റ്സ്. There should be some rules. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പ്രീ പാരൻ്റൽ കൗൺസിലിംഗ്, ഇതല്ലാതെ ഐ തിങ്ക് വി നീഡ് ടു തിങ്ക് റിയലി എൻ്റെ ലൈഫ് പാത്ത് എന്താണ്. ഇതെല്ലാവരോടും ഞാൻ പറയുന്നതല്ല, ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടാണ്. ഇഫ് യു ഹാവ് ചോസൻ ടു ബി എ കരിയർ പേഴ്സൺ, you should take a decision whether your partner is willing to take care of children. If both of you have chosen career as your first priority, then you should rethink, കുട്ടികൾ വേണോ, can I dedicate the time they need. ഇപ്പോൾ ഞാൻ ഇതുവരെ കുട്ടികളുള്ള പേരൻസിനെ കുറ്റം പറയുകയല്ല. നമ്മൾ ഇത്രയും അവെയറായിട്ട് ഇതിനൊന്നും ലോകത്ത് കണ്ടിട്ടില്ല. എസ്പെഷ്യലി നമ്മുടെ സമൂഹത്തിൽ ഒരു ടെംപ്ലേറ്റ് വെച്ച് ജീവിച്ച് പോവുകയാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ പേഴ്സണലി അത്രയും ചിന്തിച്ചുകൊണ്ട് ഐ ഡിസൈഡഡ് നോ, ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ചിൽഡ്രൻ വെൻ ഐ വാസ് എ ടീനേജർ. പിന്നെ വീണ്ടും ഞാൻ എൻ്റെ 20s 30s ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഡു ഐ വോണ്ട് ടു ഹാവ് ചിൽഡ്രൻ. ബൈ ദെൻ ഐ ടുക്ക് എ സ്റ്റാൻഡ്, നോ, ഐ ഹാവ് ലോട്ട്സ് ഓഫ് വർക്ക് ടു ഡു ആസ് എ കരിയർ പേഴ്സൺ. I want to do a lot of things in life, and now I don't think I can dedicate the time and energy to have to a child the way the child requires. And like she said, I believe that children should be treated with respect and more care than we give adults. The same respect that we give adults, but more care than we give adults. Because അവർ ഫുള്ളി എല്ലാം അറിയുന്നൊരു പ്രായത്തിലല്ല, പക്ഷെ ദേ ഡിസേർവ് റെസ്പെക്റ്റ്. അതാണ് നമുക്ക് ഏറ്റവും ഇല്ലാത്തത്. കുട്ടികളെ ബാഗേജ് പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ലൈക്ക് ദേ ജസ്റ്റ് ഹാവ് ടു ബി ടോൾഡ് ദാറ്റ് സൈഡ് ആൻഡ് ദേ ജസ്റ്റ് ഹാവ് ടു ലിസൺ. അപ്പോൾ തന്നെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ആദ്യത്തെ 5 years ഡിസ്ട്രോയിഡ് ആണ്, തകർന്ന് തരിപ്പണമാണ്. സോ ഐ തിങ്ക് വി നീഡ് എഡ്യൂക്കേഷൻ ഫോർ പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ, pre-parental education, good parenting education, how to deal with emotions education from school level onwards,
ഡെഫിനറ്റ്ലി ഇതിനൊക്കെ എഡ്യൂക്കേഷൻ വേണം. ആക്ച്വലി ഈ പറയുന്ന സർവീസസ് എല്ലാം കാലങ്ങളായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. അതിനെപ്പറ്റി എത്രത്തോളം അവെയർ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ പാരൻറ്റിങ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, ആ ഗ്രൂപ്പ്സിനകത്ത് അവർ വന്നിട്ട് ഒരു മൈനോറിറ്റിക്ക് മാത്രം അപ്രോച്ച് ചെയ്യുന്ന അതൊരു പ്രിവിലേജും കൂടിയാണ്. ലൈറ്റ് ക്ലാസ്സിന് മെയിൻ സ്ട്രീം ആവണം എന്നാണ് പറയുന്നത്. അതെ അതെ അതെ, മെയിൻ സ്ട്രീം ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചേ പറ്റൂ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ പോലെ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്ലാസ്സിന് പോകുന്ന സമയത്ത് പാരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം അതിനകത്ത് വരുന്ന സമയത്ത് ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു പാരൻറ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യന് ഒരു ആൻസർ പറയുമ്പോൾ അത് അപ്പുറത്തെ ആളുടെ കൊച്ചിന് ബാധകയല്ല. ഓരോ ഫാമിലി ഡൈനാമിക്സും ഡിഫറെൻ്റ് ആണ്, പാരൻസിൻ്റെ പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനൊന്നൊരു ജനറലായിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്തോളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അത്രയും നേരത്തെ പറഞ്ഞ പോലെ കെയർഫുള്ളായിട്ട് ടൈം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മൾ പറയും റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇമോഷണലി ആൻഡ് ഫിസിക്കലി മെൻ്റലി ഒക്കെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു അഡൾട്ട് അത് അച്ഛനും അമ്മയും തന്നെ ആവണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. അതിപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആവാം, ആരെങ്കിലും ഒരാളെങ്കിലും ആ കുട്ടിയുടെ ലൈഫിൽ ഒരു പ്രായം വരെ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു സെക്യൂർ പേഴ്സൺ ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്നത് അവർക്കൊരു സേഫ് സ്പേസ് ആയിട്ട് തോന്നണം. ഒരാളുണ്ടാവണം, ഇവർ എന്ത് വന്നാലും ഇവരെന്നെ പിടിച്ചോളും എന്ന് തോന്നാൻ പറ്റണം. അതിലെനിക്ക് മനസ്സിലായില്ല, അതിനാദ്യം നമ്മൾ പേഴ്സണലി വ്യക്തിപരമായിട്ട് നമ്മൾ ഇവോൾവ് ചെയ്ത് ആ ഒരു ഹെൽത്തി എൻവിറോൺമെൻറ്റ് ഉണ്ടാക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാവണം. അത് എത്ര പേർക്ക് നമ്മളൊക്കെ ഇത് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാനൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കി വരുന്നത്. അതല്ലാതെ നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ തല്ലുന്ന പേരൻസ്. അപ്പോൾ അത് തന്നെ എല്ലാവരും ചെയ്യുക. ഇതാണ് എത്രയോ ഒരാളൊരു കാര്യം ചെയ്ത് അത് തന്നെയാണ് തലമുറകളായിട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്ന കുറച്ച് പേർക്കാണ്, അല്ലെങ്കിൽ നമ്മൾ അനുഭവത്തിൽ നിന്ന് തന്നെ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശരിക്കും ഒരു മാറ്റം വരണ്ടേ? ഈ പറഞ്ഞ കാര്യങ്ങളോട് കൂടി തന്നെ മറ്റൊരു ദിശയിലേക്ക് കൂടി ചർച്ചയെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പം നമ്മുടെ ഈ സിനിമയെ പറ്റി മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ 3 പേരും സിനിമയുമായി എവിടെയെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട ആളുകളാണെന്ന് അതുകൊണ്ട് തന്നെ സിനിമയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കേട്ടിട്ടുള്ളത് നോ പറയുക എന്ന്. നോ പറയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിന്റിൽ നമുക്ക് നോ പറയാൻ കഴിയാത്തത് കൊണ്ട് നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നോ പറയാൻ പറ്റുന്നില്ല, അതിനുള്ള സമ്മർദ്ദം വരിക. അപ്പോൾ പ്രൊഫഷണൽ സ്പേസിൽ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു സ്റ്റേച്ചറിലെത്തി നിൽക്കുകയാണ്, ഒരു സ്പേസിലെത്തി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ യങ്ങർ സെൽഫിനോട് പ്രൊഫഷണൽ സ്പേസിൽ അന്ന് ഇങ്ങനെയായിരുന്നു ഡീൽ ചെയ്യേണ്ടത് എന്നൊരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അന്ന് യങ്ങർ സെൽഫ് ചെയ്തതിലൊരു പ്രൗഡായ കാര്യവുമാവാം, അങ്ങനെ ഒരു അനുഭവം പങ്കുവയ്ക്കാം. അല്ലെങ്കിൽ യങ്ങർ സെൽഫിനോട് നിങ്ങൾക്ക് നൽകാനുള്ളൊരു ഇപ്പോൾ കാണുകയാണെങ്കിൽ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാം. എൻ്റെ യങ്ങർ സെൽഫ് ആണ് ഇപ്പോൾ ഇരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ടീനേജ് മുതൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ജീവിച്ച ഒരാളാണ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വെരി ഹെൽത്തി, ബിക്കോസ് ശരിക്കൊരു ചൈൽഡ്ഹുഡ് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര ഒരു അഡാപ്റ്റഡ് ചൈൽഡായിരുന്നു. ആ വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കുറച്ചും കൂടിയും ആ കുട്ടി ചിന്തിച്ച കാര്യങ്ങളൊക്കെ പ്രായോഗികമാക്കി എക്സ്പീരിയൻസ് ചെയ്ത് കറക്റ്റ് എന്ന് പറഞ്ഞ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അഡൾട്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ചൈൽഡ്ഹുഡ് ഐ റിയലി ഡിഡ്ന്റ് ഹാവ് മച്ച് ഓഫ് എ ചൈൽഡ്ഹുഡ്. I have lived a very adult life since. വളരെ early mature. I used to be called the grandmother of the school LKG. So I think I missed out on childhood. ഭയങ്കര ഹാർഡായിരിക്കില്ലേ അങ്ങനെ ഒത്തിരി നമുക്ക് ആ ഒരു വളരെ സോഫ്റ്റായി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരുപാട് സമയം നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നുണ്ട്? അതെ, ഇപ്പോൾ ഞാനൊരു 2018 മുതൽ ഞാൻ തന്നെ എൻ്റെ പേരൻ്റാണ് ഒരു വിധത്തിൽ. ലൈക്ക് എനിക്ക് എന്നും മുട്ടയടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആരോട് ചോദിച്ചാലും എന്ത് വട്ടാ പറയുന്നത്, വേണ്ട, യുവർ ഇൻ സിനിമ, യു ഷുഡൻറ്റ് ഡു ദ, എന്തെങ്കിലും അങ്ങനെ പറയുള്ളൂ. ആരും എന്നോട് പറഞ്ഞിട്ടില്ല പോയി മുട്ടയടിച്ചു നല്ല ഐഡിയ എന്ന്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ, ചെയ്തു. എന്താ ഇപ്പോൾ സംഭവിക്കാൻ വന്നത്? ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ബീയിങ് ദാറ്റ് കെയറിങ് parent who will literally be my best friend. So I look at it as my എന്താ പറയുക, എൻ്റെ more mature self and my inner child. അപ്പം ബേസിക്കലി വി ഹാവ് ടു റീപാരൻറ്റ് അവർ സെൽവ്സ്. എൻ്റെ പേരൻസ് ആർ ബ്യൂട്ടിഫുൾ പീപ്പിൾ. ബോത്ത് എൻ്റെ അച്ഛനും അമ്മയും ദേ ഡിഡ് വാട്ട് ദേ തോട്ട് വാസ് ബെസ്റ്റ് ഫോർ മീ. അവർക്കറിയില്ല അവർ ഇത്രയും മെച്യൂറായിട്ടുള്ള ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പേരൻസ് ആണെന്നുള്ളത്. അവർക്കറിയാവുന്ന പോലെ അവർ പേരൻറ്റ് ചെയ്തു. അതെനിക്ക് വളരെ ഹാർഷായിരുന്നു.
ഐ ഫെൽറ്റ് ഡിസ്റെസ്പെക്റ്റഡ്, ഐ ഫെൽറ്റ് നോട്ട് ഗിവൻ ഇനഫ് അപ്രിസിയേഷൻ. പിന്നീട് എനിക്ക് തോന്നി നോട്ട് ഗിവൻ ഇനഫ് സപ്പോർട്ട്. അവർ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവൾ വളരെ ഇൻഡിപെൻഡൻ്റാണ്, എല്ലാം തന്നെ ചെയ്തോളും. അപ്പോൾ എന്നെ വെറുതെ വിട്ടു. അപ്പോൾ എനിക്ക് അയ്യോ എനിക്ക് ഇത്ര ഫ്രീഡം വേണ്ട, എനിക്ക് ആരെങ്കിലും എന്നെ ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ പക്ഷേ ബൈ ദെൻ യു ഡോണ്ട് വോണ്ട് ടു സേ ഇറ്റ്. അപ്പോഴേക്കും ഈഗോ ആയി. ഇനി ഞാൻ ആരുടെയും സഹായം തേടില്ല, ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യും എന്നുള്ളൊരു തൻ്റെയിടം ക്രിയേറ്റ് ചെയ്തു. സോ അറ്റ് എവറി സ്റ്റേജ് വി ആർ ലേണിംഗ് ത്രൂ ദ ജേർണി ഓഫ് ലൈഫ്. അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ട്രോമ, ഡിലെമ, മൈ ട്രോമാറ്റിക് ചൈൽഡ്ഹുഡ്, മൈ ദിസ് ദാറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ട്രെൻഡാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ. ടു ബ്ലെയിം ദ ഹോൾ വേൾഡ് ഫോർ എവറിത്തിങ് ദാറ്റ് ഹസ് ഹാപ്പൻ ടു യു. നോ, ഇഫ് യു ലേൺ ഫ്രം ദോസ് സിറ്റുവേഷൻസ് ഹവ് ടേൺഡ് ഔട്ട് ഗുഡ്. എല്ലാം നല്ലതിന് എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് അതെ അതെ, ഐ ഹാവ് യൂസ്ഡ് എവറിത്തിങ് ടു മൈ ബെനിഫിറ്റ്. അല്ല ഇത് തന്നെയാണ് നമ്മൾ ഇവോൾവ് ചെയ്യാന്നുള്ളതാണ് ഓരോ അനുഭവത്തിൽ നിന്നും. നമുക്ക് ഇപ്പോൾ ലെന പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള ഇപ്പോൾ പറയുന്ന ട്രോമ ആണെങ്കിലും നല്ലതാണെങ്കിലും അതിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ എത്തുന്ന ധാരണയിലേക്ക് നമ്മൾ എത്തുന്നത്, അല്ലേ? അതിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ നമ്മൾ തീരുമാനങ്ങൾ മാറുന്നതും നമ്മൾ രൂപപ്പെടുന്നതൊക്കെ. അപ്പം അത് അങ്ങനെ ഒന്നും മാറ്റണ്ട, അങ്ങനെ ഒരു ടൈം ട്രാവൽ ചെയ്ത് തിരുത്തണ്ട എന്ന് പലപ്പോഴും എനിക്കും തോന്നാറുണ്ട്. അത് ആ തിരുത്തൽ ചിലപ്പം ഈ നിൽക്കുന്ന നമ്മളായിരിക്കില്ല. I think Ardra is too young to ask her younger self. So അങ്ങനെ ഒരു പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയുള്ള ഇപ്പം എനിക്കുള്ള ഒരു ഉള്ളിലുള്ളൊരു അമർഷം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള അവെയർ ആവുന്ന ഒരു ചുറ്റുപാടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറിവുള്ള സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആക്കായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഇപ്പം എൻ്റെ മകൾ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഡ്രാമ ഇല്ലാതെ നമുക്ക് ഡീൽ ചെയ്യായിരുന്നു പല കാര്യങ്ങളും. പക്ഷേ ഈ ഡ്രാമയൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ സിനിമയൊക്കെ എടുക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ ആസ് എ ഒരു എക്സ്പെർട്ട് എന്ന നിലയിൽ എന്താണ്, വാട്ട് ഡു യു സജസ്റ്റ്? ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ലൈക്ക് സിറ്റ്, ഡോണ്ട് ടെൽ us ബ്രീത്ത്, ടേക്ക് എ ഡീപ് ബ്രീത്ത്, ദാറ്റ് വി നോ. ഫസ്റ്റ് എയ്ഡ്സ് അറിയാം. ആഫ്റ്റർ ദാറ്റ് ലൈക്ക് ഹൗ ഡു വി ലൈക്ക് ഇന്ന ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മളതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയട്ടെ. ഇപ്പോൾ ഈ ഇമോഷൻ റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒട്ടുമേ ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഞാൻ ഈ സൈക്കോളജിയിലേക്ക് വരുന്നതിന് തന്നെ ഒരു റീസൺ, കുഞ്ഞിലെ എനിക്ക് തന്നെ എൻ്റെ സ്വഭാവം പിടിക്കണില്ല എന്ന് പറയില്ലേ. അതായത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അടി ഉണ്ടാക്കും, സിബ്ലിങ്സ് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് അടി ഉണ്ടാക്കും. അവനും ഞാനും തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസം തന്നെ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കും, ഇതെന്താ ഞാനിങ്ങനെ, അമ്മയുടെ അടുത്ത് വഴക്ക്, എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ. പക്ഷേ അതിനെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്നെ റീതിങ്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ എന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് മനുഷ്യന്മാരെ പറ്റി പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവരെന്താ ഫീൽ ചെയ്യണം, അവരെന്തുകൊണ്ടാണ് പറയണത്. അങ്ങനെയാണ് ഞാൻ സൈക്കോളജിയിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും മാറ്റാനോ എല്ലാവർക്കും അനുസരിച്ച് അങ്ങോട്ട് പെരുമാറാനൊന്നും പറ്റില്ല. നമുക്കാകെ കയ്യിൽ കൺട്രോളുള്ളത് നമ്മളെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു സാധനമുണ്ട്, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ആക്ഷൻസിന്, നമ്മുടെ വേർഡ്സിന്, നമ്മുടെ ഫീലിങ്സിന്. പക്ഷേ ഇതിനൊക്കെ റെസ്പോൺസിബിലിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. എനിക്കെന്താ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, എനിക്കത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ട്രിഗർ ആവുന്നത്, എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്യണു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്ത് പോകണു, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് സൈലൻ്റായി പോകുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമാവാഞ്ഞിട്ട് ഞാൻ അതിനെ എഗ്രി ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും പുറത്തുനിന്ന് ഒരാൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഇത് നമുക്കൊരു ബുക്കിൽ നോക്കിയാൽ കിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ ഓരോ ഇൻസിഡൻസസിലും വാച്ച് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണം. നിങ്ങളുടെ ട്രിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും, നിങ്ങളുടെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഓരോ ഇമോഷൻസും വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണത് എന്നുള്ളത് വരും. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യാനും ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ ബ്രീത്തിങ് ടെക്നിക്സുകൾ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ തമാശയ്ക്ക് പറയുകയാണെങ്കിലും ബ്രീത്തിങ് ടെക്നിക്സും മെഡിറ്റേഷനും യോഗയും ഈ പറയുന്ന കാര്യങ്ങളും പ്രോസസ്സും എല്ലാം നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങളുടെ ബ്രെത്ത് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ബോഡി മൂവ്മെൻറ്റ്സ് നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെപ്പറ്റി നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ ഈ മെഡിറ്റേഷനൊക്കെ കണ്ണടച്ചിരിക്കുമ്പോഴും പലരും വന്ന് പറയും ഒന്നും നടക്കുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടണില്ല എന്ന്. എപ്പോഴും
ആ സ്റ്റെപ്പ് പോലും കിട്ടാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കണ്ണടച്ചിരിക്കുന്നേക്കാം എന്ന് പോലും തോന്നാത്ത സമയങ്ങളുണ്ടാവും. അപ്പോൾ ഈ എക്സിറ്റ് അത് തന്നെ എനിക്കും ചോദിക്കില്ല, ആസ് എൻ എക്സ്പേർട്ട് ആ എക്സിറ്റ് എങ്ങനെയാണ് പോസിബിൾ ആവുക എന്നുള്ളത്. അതായത് ഈ പറയുന്ന ഓക്കെ എനിക്ക് സ്ട്രെസ് ഉണ്ട് അല്ലെങ്കിൽ ഇമോഷൻസ് ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ നേരെ ചെന്ന് മെഡിറ്റേഷൻ ചെയ്തോന്നോ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്തോന്നോ പറയാൻ പറ്റില്ല. ഓരോ ആളുകളുടെയും പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചും അവരുടെ ഓൾറെഡി ഉള്ളൊരു ടെൻഡൻസിയും ഇഷ്ടങ്ങൾക്കനുസരിച്ചും ഒക്കെയാണ് നമ്മൾ അവർക്ക് പറ്റുന്ന ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യുക. നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഈ ഒരു കാറ്റഗറി പറയുമ്പോൾ മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകളൊക്കെ ആയിരിക്കും പറയാം. ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ആക്ടിവിറ്റീസ് ആവാം, മ്യൂസിക് റിലേറ്റഡ് ആണെങ്കിൽ അങ്ങനെ ആവാം. നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണോ ഐഡൻറ്റിഫൈ ചെയ്ത് ഒന്ന് സ്ലോ ആയിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള എന്താണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുക അത് ചെയ്താൽ മതി. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അല്ലാതെ നേരെ ചെന്നിട്ട് യോഗയും മെഡിറ്റേഷനും പഠിച്ചിട്ട് അങ്ങോട്ട് അടുത്ത ദിവസം തൊട്ട് അതിൽ എക്സ്പേർട്ടായിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല. ഈവൻ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സാണെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും ചില ആളുകൾക്ക്. അതിലാദ്യം നമ്മൾ ഇരിക്കുന്ന സമയത്ത് ചിന്തകൾ വന്ന് നിങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് കുക്ക് ചെയ്യേണ്ട സാധനങ്ങളുടെ പച്ചക്കറി ഓർഡർ ചെയ്യേണ്ടത് തൊട്ട് ഇന്നലെ ചെയ്ത മിസ്റ്റേക്സ് തൊട്ട് ലൈഫിൻ്റെ മുന്നേ നടന്ന കാര്യങ്ങൾ തൊട്ട് എല്ലാം ചിന്തിക്കുന്നുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്തുന്നൊരു സ്റ്റേറ്റാണ്. ഞാൻ പറഞ്ഞു വന്നത് റെഗുലേറ്റ് ചെയ്യാന്ന് പറയുന്നതിൽ അവെയർനെസ് എന്ന് പറയുന്നത് ഒരു ഏരിയ ആണ്. റെഗുലേറ്റ് ചെയ്യാൻ ഈ ടെക്നിക്കുകൾ പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അവെയർനെസ് മാത്രം കൊണ്ടും കാര്യമില്ല, അവെയറായി ഇനി എങ്ങനെ റെഗുലേറ്റ് ചെയ്യും. ഞാൻ പേഴ്സണലി റെഗുലേഷനിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. ബിക്കോസ് ദാറ്റ്സ് എ ഗുഡ് വേ, ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് വേ. അതായത് ഡിസ്റെഗുലേറ്റഡ് ബിഹേവിയറിനും ടാൻട്രം ത്രോയിങ്ങിനും ദേഷ്യവും ഇമോഷണൽ ഔട്ട്ബേഴ്സിനേക്കാളും നല്ലതാണ് റെഗുലേഷൻ. പക്ഷേ റെഗുലേഷൻ നീഡ്സ് എ കണ്ടിന്യൂസ് എഫേർട്ട്. കണ്ടിന്യൂസ്ലി ഞാൻ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ അതിനേക്കാളും ഐ തിങ്ക് വി നീഡ് ടു ഗോ ഇൻ ആൻഡ് ലുക്ക് എനിക്കെന്താ പ്രശ്നം. ആൻഡ് ഐ ഹാവ് പേഴ്സണലി റിയലൈസ്ഡ് ദാറ്റ് ഓൾ അവർ പ്രോബ്ലംസ് ആർ ലൈയിങ് ഇൻ ദാറ്റ് ചൈൽഡ്ഹുഡ് സംതിങ് ദാറ്റ് അവർ സബ് കോൺഷ്യസ്ലി കിടക്കുകയാണ്. ബിക്കോസ് അത് അത്രയും വിവരത്തോടുകൂടെ എടുത്ത ഒരു തീരുമാനമല്ല, പക്ഷേ അന്ന് തോന്നിയത് അത്രയും ശക്തമായിട്ടും അത്രയും ഇന്നസെൻ്റായിട്ടും തോന്നിയതുകൊണ്ട് അത് നമ്മുടെ കോർ ബിലീഫ് സിസ്റ്റമായി. നോബഡി ലവ്സ് മീ ഓർ ഐ എം നോട്ട് ലവബിൾ, ഐ എം എ ബാഡ് ഗേൾ ഓർ ഐ എം എ ബാഡ് ബോയ്, സംതിങ് ലൈക്ക് ദാറ്റ്. അത്രയും സില്ലി ആയിട്ടുള്ളൊരു പോയിൻറ്റിൻ്റെ ആ ഫൗണ്ടേഷനിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പറയുന്ന അഡൾട്ട് ലൈഫ് മുഴുവൻ കിടക്കുന്നത്. ഇഫ് യു ഗോ ദെയർ ഇറ്റ് വിൽ മേക്ക് യു ക്രൈ. You will have to use many questions. So, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു സിസ്റ്റം ഇസ് ദി സിസ്റ്റം ഓഫ് 7 whys. എനിത്തിങ് ഐ ഫീൽ, ഞാൻ പറഞ്ഞില്ലേ വേറൊരാളുടെ നമ്മളെ ട്രിഗർ ചെയ്യുമ്പോൾ വൈ ഈസ് ദിസ് ട്രിഗറിങ് മീ, അപ്പോൾ ആദ്യം ഒരു റീസൺ പറയും. അയാളിങ്ങനെ ആയതുകൊണ്ടും അയാളിങ്ങനെ മറ്റൊന്ന് എല്ലാം പുറത്തൊക്കെയാണ്. ഓക്കെ, വൈ, ആ ആൻസറിനോട് വൈ. അങ്ങനെ ഒരു 7 വൈ വരെ ഒന്നും നമ്മൾ എത്തുകയില്ല ഒരിക്കലും. ബൈ ദ 4th വൈ you will be a small child crying to yourself. So ee parna sitting with yourself, the adult you has to sit with the child in you and ask these questions. Spend time, that is spending time with yourself. This is the process of meditation, meditative contemplation aanidhu. Zen Buddhist monasteries lu they are asked to think of a thing, discuss it among themselves. Now you sit and contemplate about it. Our contemplation is that, okay, why? What is happening? Actually, what is my problem? There is a problem inside me. I should not make myself bad about it. It's not right or wrong. There is a problem. That's a fact. Adyam adu acknowledge. Adine ettavum eluppam journaling, writing it down, being your best friend with your journal, or just talking to yourself. And you discuss it in your own head, your problem. വേറെ ഒരാൾക്കും നിങ്ങളെ ഇതിൽ സഹായിക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് യു ഫീൽ. അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ChatGPT വരെ ആൾക്കാരെ ഓഹോ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞു അപ്പോൾ നീ പറയുന്നത് തന്നെ ശരി. നിങ്ങളുടെ ChatGPT എപ്പോഴും നിങ്ങൾ പറഞ്ഞതേ ശരിയാക്കുള്ളൂ. ഹസ്ബൻഡ് ChatGPT ഹസ്ബൻഡ് ശരിയാണെന്ന് ആളോടും പറയും. സോ നോബഡി എൽസ് ക്യാൻ ഹെൽപ്പ് യു. ഇതിൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. വി ഹാവ് ടു കീപ് ഗോയിങ് ടു അവർ റൂട്ട്സ്, ദ ഫൗണ്ടേഷണൽ ബിലീഫ് സിസ്റ്റം. ആൻഡ് വിതൗട്ട് ദാറ്റ് എനി കൈൻഡ് ഓഫ് റെഗുലേഷൻ ഇസ് ഗുഡ് ടിൽ ദെൻ. പക്ഷെ നെവർ തിങ്ക് ദാറ്റ് യു ക്യാൻ റെഗുലേറ്റ് യുവർ സെൽഫ് ത്രൂ ഔട്ട് യുവർ ലൈഫ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇറ്റ്സ് ടു മച്ച് പ്രഷർ. അത് നമ്മൾ ആ കണ്ടിന്യൂസ് എഫേർട്ട് പിന്നെ അതൊരു പ്രഷറായി മാറും. പക്ഷെ അതിനേക്കാളും എളുപ്പമാണ് സെൽഫ് റിയലൈസേഷൻ. ഈ ആത്മാന്വേഷണം പറഞ്ഞതുകൊണ്ട് തന്നെ കലയെ ആത്മാന്വേഷണത്തിന് ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് അതിലൂടെ ആത്മാന്വേഷണം നടത്തുന്നവരുണ്ട്. ഇപ്പോൾ കലാകാരികളാണ് 3 പേരും കലയുമായി ബന്ധപ്പെട്ടവരാണ്.
ഈ സോഷ്യൽ മീഡിയ കാലത്ത് കലയും നിങ്ങളുടെ കലയും പ്രേക്ഷകനും തമ്മിലുള്ളൊരു ബന്ധമുണ്ട്. ഏത് പരിധി നിശ്ചയിക്കും? അതൊരു ബന്ധമാണല്ലോ റിലേഷൻഷിപ്സിൻ്റെ കൂട്ടത്തിൽ. നിങ്ങളുടെയൊക്കെ റിലേഷൻഷിപ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കലയെ എത്രത്തോളം പ്രേക്ഷകന് സ്വാധീനമുണ്ട്? പ്രേക്ഷകന് എത്രത്തോളം അതിൻ്റെ അഭിപ്രായം എടുക്കണം? അതായത് നിങ്ങളുടെ ഓഡിയൻസ് ആണോ നിങ്ങളെ ഏത് മീറ്റർ പിടിക്കണം എന്ന് തീരുമാനിക്കുന്നത്, അതോ നിങ്ങളുടെ സ്വയം ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ കലയുമായിട്ട്, അതാണോ? അപ്പോൾ ആ രീതിയിലൊന്ന് ചിന്തിക്കാം. എനിക്ക് തോന്നുന്നു ദ റെസ്പോൺസിബിലിറ്റീസ് വിത്ത് ഫിലിം മേക്കേഴ്സ് മോർ ദാൻ ആക്ടേഴ്സ്. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാനൊരു ആൻസർ പറയാം. ഡെഫിനറ്റ്ലി ഷീ വിൽ ഹാവ് മച്ച് മോർ ടു സേ ആസ് എ ഫിലിം മേക്കർ ആസ് വെൽ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ പണ്ടൊക്കെ ഐ തിങ്ക് മൂവീസ് വെർ അബൌട്ട് ദ മേക്കേഴ്സ് ഐഡിയ ബീങ് ഗിവൻ. അതായത് ഫിലിം മേക്കറിൻ്റെ ഐഡിയ ഓഡിയൻസിനെ സമ്മാനിക്കുന്ന ഒരു സ്റ്റൈലുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ എസ്പെഷ്യലി, പിന്നെ OTT പ്ലാറ്റ്ഫോംസ് ആൻഡ് ഓൾ ദിസ് ഹാവ് മെയ്ഡ് ദ റെസ്പോൺസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വേണ്ട റെസ്പോൺസ് എന്താണോ അതിനോട് കേറ്റർ ചെയ്യുന്ന ഒരു തരം ഫിലിം മേക്കിങ്ങും എല്ലാം, ഇൻക്ലൂഡിങ് എവറി പോസ്റ്റ് യു പുട്ട് ഓൺലൈൻ, എവറിത്തിങ് ഒത്തൻറ്റിസിറ്റി കളഞ്ഞുകൊണ്ട് എങ്ങനെ നമുക്ക് മാക്സിമം ഹിറ്റിലേക്ക് പോവാം, മാക്സിമം ലൈക്സിലേക്ക് പോവാം, മാക്സിമം ബെസ്റ്റ് കമൻസിലേക്ക് പോവാം, എല്ലാവരെയും പീപ്പിൾ പ്ലീസറായിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ടു കൺവെൻഷണൽ സിസ്റ്റം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വീണ്ടും അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സ്പേസിനാണ് കയ്യടി, അതിനാണ് കൂടുതൽ എന്താ പറയുക അംഗീകാരം, അതിനാണ് ആക്സെപ്റ്റൻസ്. അപ്പം നമ്മളുടെ ഇഷ്ടവും നമ്മളുടെ സർവൈവലും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റാണ്. ഇപ്പം നമ്മളുടെ ഇഷ്ടം നമുക്ക് പറയുന്ന ഒരു ഏത് കലയായിക്കോട്ടെ, എഴുത്തായിക്കോട്ടെ, അല്ലെങ്കിൽ സിനിമയിലോ നൃത്തമോ, അപ്പം അത് നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന വളരെ മൈനോറിറ്റി ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ഒരു കൊണ്ടുപോകാൻ പറ്റില്ല സ്ഥിരമായിട്ട്, കാരണം അതിന് കാഴ്ചക്കാരില്ല. അപ്പോൾ അത് ഭയങ്കര കോൺഫ്ലിക്റ്റാണ്. ഈ ആത്മാന്വേഷണം കലയിലൂടെ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എപ്പോഴും ഈ കൺവെൻഷണൽ സിസ്റ്റത്തിനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് വെച്ചാൽ ഐ പേഴ്സണലി ബിലീവ് ഐ ഡോണ്ട് വാണ്ട് ടു. പക്ഷെ ചില സമയത്ത് നമുക്ക് നമ്മളെടുത്ത് ചിലപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇത്രയും പൈസ ചിലവാക്കുന്ന സിനിമകളാണ്, മെജോറിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് ഡെയിലി കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസും കുറച്ച്, ഞാൻ ബ്രാൻഡിൻ്റെ പേരൊന്നും പറയുന്നില്ല, ജങ്ക് ഫുഡ് ഓപ്ഷനായിട്ട് കൊടുത്തു നോക്കൂ. അവർ ഡെയിലി ആ ജങ്ക് ഫുഡേ കഴിക്കുകയുള്ളൂ. ബിക്കോസ് ഇറ്റ് ഹാസ് സ്റ്റിമുലൻസ്, ഇറ്റ് ഈസ് മെയ്ഡ് ടു ക്രിയേറ്റ് ഡോപ്പമിൻ റഷസ് ഇൻ ദ ബ്രെയിൻ ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ദാറ്റ്. അതേസമയത്ത് ജപ്പാനിലെ സ്റ്റഡീസിൽ അവർ നോക്കിയപ്പോൾ കുട്ടികളോട് ചോദിച്ചു നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്താ, ക്യാരറ്റ്, ബ്രോക്കലി, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവർ വിചാരിച്ചു ഇതെന്ത് ഇവിടുത്തെ കുട്ടികൾ മാത്രം ഇങ്ങനെ. അവരുടെ പേരൻസ് ആദ്യമേ തൊട്ട് നമ്മൾ ട്രീറ്റായിട്ട് കൊടുക്കുന്നത് എന്താണോ അതാണ് അവരുടെ ബ്രെയിനിൽ ഇറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നു, ഇസ് എ കേക്ക് എ ഹെൽത്തി തിങ്, വൈ ആർ വി കട്ടിങ് എ കേക്ക്? നമ്മൾ ട്രീറ്റായിട്ട് കൊടുക്കുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്നു. അപ്പോൾ കുട്ടിക്കാലം മുതലേ നമ്മുടെ മനസ്സിൽ ഐസ്ക്രീം, ചോക്ലേറ്റ്, ജങ്ക് ഫുഡ് ഇസ് എ ട്രീറ്റ്, ഇറ്റ് ഇസ് സുപ്പീരിയർ ടു ഓൾ തിങ്സ്. അപ്പോൾ അവരെന്താ ചെയ്തത്, അവർ റിവേഴ്സ് സൈക്കോളജി യൂസ് ചെയ്തു. അവർ കുട്ടികൾക്ക് ട്രീറ്റായിട്ട് ബ്രോക്കലി. അപ്പോൾ ഇപ്പോൾ ബ്രോക്കലി കാണുമ്പോൾ കുട്ടിക്ക് അത് വലിയൊരു സംഭവമാണ്. നമ്മൾ ട്രീറ്റിന് ഇന്ന് പുറത്ത് ട്രീറ്റിന് പോകാം, ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഞാൻ വാങ്ങിച്ചു തരാം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കുട്ടികൾ ട്രെയിൻ ചെയ്യുന്നില്ലേ to eat foods which are not good for them, may not be bad also, but at least not good. അതേപോലെയാണ് ഇപ്പോൾ art is becoming that. We are catering to more and more commercialism and അതാണിപ്പോൾ വേണ്ടു, ബിക്കോസ് അത് ശീലിച്ചു പോയി. അപ്പം മേക്കേഴ്സും പറയുന്നത് നമുക്ക് ധൈര്യമില്ല എന്ന് മാത്രമല്ല, യുവർ മൂവി വിൽ നോട്ട് കം ഔട്ട്. എത്രയോ നല്ല പടങ്ങൾ ഇവിടെ ആൾക്കാർ എടുക്കുന്നുണ്ട്, എത്രയോ ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റ്സ് നമ്മൾ കേൾക്കാറുണ്ട്, വിച്ച് വിൽ ചേഞ്ച് സൊസൈറ്റി, വിച്ച് വിൽ ഷേപ്പ് ദ ഫ്യൂച്ചർ. ആർക്കും വേണ്ട. പ്രൊഡ്യൂസേഴ്സ് വിൽ നോട്ട് ടേക്ക് ഇറ്റ്. വൈ? ബിക്കോസ് OTT വിൽ നോട്ട് ടേക്ക് ഇറ്റ്. OTT ഈസ് നോട്ട് റൺ ബൈ ആർട്ടിസ്റ്റ്സ്, ഇറ്റ് ഈസ് റൺ ബൈ കോർപ്പറേഷൻസ്. Corporations are dictating how you will have a more chaotic society, which will again perpetuate this particular system. ക്രൈമൊക്കെ വളരെ നോർമലൈസ് ചെയ്യുന്ന തരത്തിലുള്ള, വയലൻസ് ഒക്കെ ഭയങ്കര നോർമലൈസ് ചെയ്യുന്ന സബ്ജക്റ്റിനാണ് കൂടുതൽ ഡിമാൻഡ്. അപ്പം ഈ ആത്മപരിശോധന എന്ന് പറയുമല്ലോ, കലയിൽ നമ്മളുടെ ആത്മാന്വേഷണം, നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ എടുക്കണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ നമ്മളുടെ സിനിമാ ജീവിതം അതോടുകൂടി കഴിയും
എന്നുള്ളതാണ്. ഈ പീപ്പിൾ പ്ലീസിങ് സംഭവങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ദാറ്റ് പ്രഷർ, ദാറ്റ്സ് എ വെരി, ഐ നോ, ഭയങ്കര ലാർജ് ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കൊച്ചു കുട്ടികളിൽ പോലും ഈ ഒരു പിയർ പ്രഷറോ അല്ലെങ്കിൽ പിയർ അതിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ കുട്ടികൾ ആദ്യം പ്ലീസ് ചെയ്ത് തുടങ്ങുന്നത് അവരുടെ പാരൻസിനെയാണ്. അവരുടെ പാരൻസിനെ, സിബ്ലിങ്സിനെ, ടീച്ചേഴ്സിനെ. നല്ല കുട്ടി ആയാലല്ലേ നമുക്ക് അറ്റൻഷൻ കിട്ടുള്ളൂ, കെയർ കിട്ടുള്ളൂ, വേറെ എന്തൊക്കെ തരും അതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ നല്ല കുട്ടിയാവണം. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങിയിട്ടുള്ള കാര്യം ഈ അഡൾട്ട്ഹുഡിൽ നമ്മൾ അൺലേൺ ചെയ്ത് പുതിയ രീതികളിൽ ലേൺ ചെയ്ത് തുടങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ വലിയൊരു വിഷയമാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നോ നാളെയോ കൊണ്ടൊന്നും തീർക്കാൻ പറ്റുന്ന നമ്മളൊരു വർഷം സംസാരിച്ചാലും തീരില്ല. പ്രത്യേകിച്ച് നമ്മുടെ അനുഭവങ്ങൾ തീരില്ല. അപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ സംവാദത്തിൻ്റെ ഭാഗമായിരുന്നു നിങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ. അതിനു മുമ്പ് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ സെഷൻ ആംഗ്യഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് എന്താ പറയുക, അത്രയും അപ്രീസിയേഷൻ, എത്രയോ നേരമായിട്ട് താങ്ക് യു സോ മച്ച് ആൻഡ് വി ലവ് ഫ്രം അസ്. നമസ്കാരം, എൻ്റെ പേര് ചിത്തിര എന്നാണ്. ബന്ധങ്ങൾ തുടങ്ങാൻ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സമയത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷേ സ്ത്രീകൾ എല്ലാ തരത്തിലും ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും കുറച്ച് സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് 4 സ്ത്രീകളെ ഈ ചർച്ചയ്ക്ക് നിർത്തിയതിൽ മാതൃഭൂമിക്ക് ആകെ അഭിനന്ദനങ്ങൾ. എനിക്ക് പറയാനുള്ളത് ഇതാണ്, ബന്ധം അവസാനിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അതൊരു വയലൻസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, വല്ലാതെ വയലൻസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞാലേ ആ ബന്ധം അവസാനിപ്പിക്കൂ എന്നുള്ളൊരു കൺസെപ്റ്റ്. അതേപോലെ തന്നെ മിനിങ്ങാന്ന് നടന്ന വൈശാഖൻ്റെ കേസ് മുതൽ, ഞാൻ കുട്ടികളുടെ കാര്യം മുതൽ നമ്മൾ മെൻഷൻ ചെയ്തു, ആ ഏജിൽ വരെ വൈശാഖൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ന്യൂസ് വായിച്ചു കാണും. അദ്ദേഹം ബന്ധം അവസാനിപ്പിച്ചത് ഒരു കൊലപാതകത്തിലൂടെയാണ്. അതേപോലെ തന്നെ കുട്ടികൾ, 1 മാസം മുമ്പ് 2 സമാനമായ കുട്ടികൾ തന്നെ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. പെരുമ്പാവൂർ ഭാഗത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് എല്ലാ തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലും ഈ ബന്ധം അവസാനിപ്പിക്കുന്ന ഒരു വയലൻസിൽ കൂടി ആവണം എന്നൊരു ലീഡ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കുന്നത് പോലെയല്ല, അത് കഴിഞ്ഞ ശേഷം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഈ ക്രൈം റേറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ കാണുന്ന കണ്ടൻറ്റുകൾ കൂടുതൽ ഇപ്പം അങ്ങനത്തെ അല്ലേ. നമ്മളുടെ സിനിമകളിലാണെങ്കിലും ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് വയലൻസ് ഇസ് വെരി നോർമൽ എന്നുള്ള സ്ഥലത്ത് നിന്നിട്ട് നമ്മളെ കാഴ്ച കൂടുതലും അങ്ങോട്ട് കൂടുതൽ നമ്മൾ അട്രാക്റ്റഡ് ആണ്. അപ്പം ഇത് നോർമലാണ്. ഇത് ഒരു പരസ്പരം കരുണ അല്ലെങ്കിൽ പരസ്പരം മറ്റ് മനുഷ്യരെ സഹാനുഭൂതിയോടെ കാണണം എന്നുള്ളത് ഒരു എഫേർട്ടായി മാറുക. ഇതിനെ എപ്പോഴും നമ്മൾ കാണുന്നത് ഇത് ഭയങ്കര ഈസിയാണ്, അല്ലെങ്കിൽ മറ്റു മനുഷ്യരോട് ഈ വയലൻസ് നമുക്ക് കാണിക്കാം, അത്തരത്തിലുള്ള കണ്ടന്റ് നമ്മൾ നന്നായി കാണുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എനിക്ക് എന്താണത് തോന്നിയിട്ടുള്ളത്? നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. ലൈക്ക് നമുക്ക് ഒരു ആൻസർ പറയാൻ പറ്റില്ല. ഒന്ന് സോഷ്യൽ മീഡിയ, ഒന്ന് ഗെയിമിംഗ് കൾച്ചർ. എന്ത് നോക്കിയാലും അതിൽ വയലൻസാണ് ഏറ്റവും കൂടുതൽ. ഗെയിംസിലും വെടിവെപ്പും കൊലപാതകവുമാണ്. സോ ഇപ്പോഴത്തെ വളരെ ചെറിയ പിള്ളേർക്ക് ഈ റിയാലിറ്റിയും ഇല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിയുന്നില്ല. ദേ ഡോണ്ട് ഇവൻ നോ ദ കോൺസിക്വൻസസ്. അവർക്ക് അത്ര പോലും അറിയാത്തൊരു പ്രായത്തിൽ അതുപോലെ ഫ്രസ്ട്രേഷൻ ലെവൽസ് കൂടുകയാണ്. സെയിം പാരഡോക്സ് ഓഫ് പേസ്. ഇവിടുത്തെ ഈ വേഗത കൂടിയിട്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ലൈക്ക് വാട്ട് ആർ വി സപ്പോസ് ടു ഡു? ആൻഡ് ഇത്രയും ചെറിയ പ്രായത്തിൽ ബന്ധങ്ങളിലേക്ക് വലിയ ആഴമുള്ള അവരെ സ്വന്തം ബന്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് മിസ്സിങ് ഇൻ ദ പ്രൈമറി ബന്ധങ്ങൾ. മേ ബി അറ്റൻഷൻ, മേ ബി അവർക്ക് വേണ്ട കെയർ. അതൊക്കെ നമ്മളായിട്ട് ചെന്ന് ആസ് എ സൊസൈറ്റി എല്ലാ ഏജ് ഗ്രൂപ്പിൽ പെട്ടവരും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ലോകമാണ്, നമ്മളാണ് ആ ലോകം ഉണ്ടാക്കുന്നത്. എവറിത്തിങ് ഈസ് ഇൻവോൾവ്, ഫ്രം ഫാമിലി ടു സ്കൂൾ പ്രഷേഴ്സ്. പലവരും പറയുന്നുണ്ട്, എനിക്ക് ആ പ്രായത്തിലുള്ള കുട്ടികളായിട്ട് ഇപ്പം ഇടപഴകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കേൾക്കാറുണ്ട് ദാറ്റ് അവർ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ് ഇന്ന് അവരുടെ കുട്ടികൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ലൈക്ക് വൈ പ്രഷർ?
എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വർക്ക് പ്രഷർ, സ്കൂൾ പ്രഷർ, ടൈം ലൈൻസ്, ഡെഡ് ലൈൻസ്, സ്കൂളിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള പരസ്പരം കമ്പാരിസൺ, ബുള്ളി. ഇപ്പം കൊച്ചി തന്നെ അങ്ങനത്തെ സൂയിസൈഡ്സ് നടന്നിട്ടുണ്ട്. വളരെ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ സ്കൂളിൽ ആ കുട്ടീനെ ബുള്ളി ചെയ്ത്. പിന്നെ വേറെ കാര്യമുള്ളത്, ഇതിപ്പോൾ കൂടി വരുന്നുണ്ടോ, പണ്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ പണ്ടും ഉണ്ടായിരുന്നതെല്ലാം നമ്മളെല്ലാം അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ദെയർസ് ടു മച്ച് ഇൻഫർമേഷൻ. പണ്ട് നമ്മുടെ ഗ്രാമത്തിലോ നമ്മുടെ ചുറ്റുവട്ടത്തിലോ നടന്ന കാര്യങ്ങളെ നമ്മൾ അറിയുന്നുള്ളൂ. ഇതൊക്കെ ന്യൂസിൽ വരുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഈസ് ബോംബാർഡിങ് അസ്. ലിറ്ററലി സോഷ്യൽ മീഡിയയുടെ അറ്റൻഷൻ സ്പാൻ കുറയുന്നത് കൊണ്ട്, സോഷ്യൽ മീഡിയയിൽ 3 seconds ആണ് അറ്റൻഷൻ സ്പാൻ, റീൽസ്, ഷോർട്സ്, ഇതൊക്കെയാണല്ലോ. അത് നമ്മളുടെ മനുഷ്യരുടെ ജീവന് പോലും അത്ര വാല്യൂ ഉള്ളൂ. ഒരു കൊലപാതകം കഴിഞ്ഞാലും അത് 2 ദിവസം കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല ആർക്കും. എവറിത്തിങ് ബാക്ക് ടു നോർമൽ. ഇവിടെ പറഞ്ഞത് ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള നമ്മളുടെ കപ്പാസിറ്റീനെ പറ്റിയാണ്. നമ്മൾ ഇതെല്ലാം ചിലപ്പോൾ അവരൊരു ക്രിമിനൽ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് അവരിങ്ങനെ പ്ലാൻ ചെയ്ത് എത്തിയിട്ടൊന്നും അല്ല. ക്യുക്കായിട്ടുള്ള ഡിസിഷനാണ് പലപ്പോഴും ലൈഫ് വേണ്ടാന്ന് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത്. അത് ഇരുന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല. ഇമ്പൾസീവായിട്ടാണ് നമ്മൾ ഈ സ്വൈപ്പ് ചെയ്യുന്ന സ്പീഡിലാണ് ആക്ഷൻ നടക്കുന്നത്. നമ്മുടെ ബ്രെയിൻസ് ലിറ്ററലി റീറൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ല ആണ് നമ്മൾ എസ്പെഷ്യലി ഫോർമേറ്റീവ് ലെവലിൽ. ഈ പറയുന്ന പോലെ ഡോപ്പമിൻ ഇങ്ങനെയൊക്കെയുള്ള പല പല ഹോർമോൺസ് ഒക്കെ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്രൈമിനെ മാത്രം നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു മൂവീനെ മാത്രം നോക്കിയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്, ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും ലൈഫ് സ്റ്റൈലിലൊക്കെ കുറച്ചുകൂടെ കോൺഷ്യസ് ലിവിങ്ങിലേക്കൊക്കെ പോയാലേ ബാക്കിയുള്ള കുട്ടികളെയും നമ്മുടെ പ്രായത്തിലുള്ളവരെയും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡിങ് നമ്മളാണെങ്കിലും കോൺഷ്യസ്ലി കൺസ്യൂം ചെയ്യുക ഫുഡ് ആണെങ്കിലും കാണുന്നതാണ്. മേ ബി ഗവൺമെന്റ് ലെവലിൽ ദർ ഷുഡ് ബി റെഗുലേഷൻസ്. Maybe it should not be so easily available. ഒരു പ്രോസസ്സ് ഓഫ് അൺലേണിംഗ് വേണം എന്നുള്ളത് വ്യക്തമാണ്. സോറി, ഓഡിയൻസിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നറിയാം, പക്ഷേ വി ടുക്ക് യുവർ ടൈം എന്ന് തോന്നുന്നു. ഈ കോൺവെർസേഷൻ കുറച്ച് നീണ്ടുപോയി. എന്തായാലും താങ്ക് യു എവ്രി വൺ ഫോർ ജോയിനിങ്.